ഹലോ. അപ്പം ഹായ് ഗൈസ്, വെൽക്കം ടു കുട്ടി വ്ളോഗ്സ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് അയർലൻഡിനെ പറ്റി ഒരു ജനറൽ ആയിട്ടുള്ളൊരു അവയർനെസ് ആണ്. അതായത് നിങ്ങളിവിടെ എല്ലാവരും ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് വേണ്ടി ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇവിടെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് വന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എന്തുകൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോ നെഗറ്റീവായിട്ട് തോന്നാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ അയർലൻഡിലോട്ട് വന്നുകൂടാ എന്ന് നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ട് അയർലൻഡ് വന്നുകൂടാ എന്ന് ഞാൻ പറഞ്ഞാൽ തോന്നാം. പക്ഷെ അത് ചിലർക്ക് അത് അവരെയൊക്കെ അവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടപ്പം പുതുതായിട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വർക്കിൽ ചെയ്യാൻ വരുന്ന ഒരാളായിരിക്കാം. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാരണം ചിലപ്പോൾ വരണമെന്ന് തോന്നാം. കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ വരുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങൾ എനിക്കിങ്ങോട്ട് വരണ്ടായിരുന്നു, നെഗറ്റീവായിരുന്നു, ഞാൻ വിചാരിച്ച പോലെ അല്ല അയർലൻഡ്, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ വെതറാണ്. ഐറിഷ് വെതറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് തന്നെ ഒരു വീഡിയോ ആക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാം. അയർലൻഡ് ഏകദേശം നമുക്ക് 12 മാസമുണ്ട് ഒരു വർഷം. അപ്പം 12 മാസത്തിൽ ഒരു 2-3 മാസം മാക്സിമം വെയിൽ കിട്ടിയതായി. അതും വെയിലെന്ന് പറയാൻ പറ്റത്തില്ല. പറയുമ്പോൾ സമ്മർ കുറച്ച് കൂടുതൽ മാസങ്ങളുണ്ട്. പക്ഷേ അതിൽ 2-3 മാസം സത്യം പറഞ്ഞാൽ വെയിൽ കിട്ടത്തുള്ളൂ. ഞാനിവിടെ വന്നിട്ട് 2 വർഷം ആകുന്നുള്ളൂ. ഈ 2 വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഓക്കെ, 3 മാസം അയർലൻഡ് ഒരു 3 മാസം വെയിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ ഒരു 3 മാസം വെയിലെന്ന് പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി. അതിനകത്ത് മിക്ക ദിവസവും മഴ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ മഴ എന്ന് പറയുന്നത് നാട്ടിലെ മഴ പോലെ അത്രയും ഹാർഷായിട്ട് പെയ്യാറില്ല. ജസ്റ്റ് എന്താ പറയുന്നത്, ചെറിയ ചെറിയ മഴകൾ, ഷവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ മഴകളാണ്. പക്ഷേ ഭയങ്കര കോൾഡായിരിക്കും വാട്ടർ. ഈ മഴവെള്ളം ഭയങ്കര കോൾഡായിരിക്കും. അപ്പം അത് ചിലർക്ക് പറ്റണമെന്നില്ല. നമ്മളിവിടെ അങ്ങനെ അംബ്രല്ല എങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം അംബ്രല്ല കുട യൂസ് ചെയ്യാനുള്ള മഴ പെയ്യാറില്ല. അപ്പം നമ്മളതുകൊണ്ട് അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ജാക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ എന്താ പറയുന്നത്, മഴവെള്ളം ഭയങ്കര കോൾഡാണ് ഈവൻ സമ്മറിൽ പോലും. പിന്നെ സമ്മറിലാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് ഗ്ലൂമിയാവും. ഐറിഷ് വെതർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഇപ്പം നമ്മൾ ഒന്ന് വീടിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ വെയിലായിരിക്കും. അത് ഓർത്ത് നമ്മൾ ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിച്ചിട്ട് പുറത്ത് പോകാന്നൊക്കെ ഓർത്ത് പുറത്തിറങ്ങുമ്പോൾ മഴയായിരിക്കും. അപ്പം അത്ര പെട്ടെന്നാണ് വെതർ മാറുന്നത്. അപ്പം ഞാനിവിടെ വന്നപ്പം ഇവിടെ ഭയങ്കര ഗ്ലൂമി ആയിരുന്നു. ഇപ്പം ചെറുതായിട്ട് വെയിൽ വരുന്നു. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറി പിന്നെയും ഗ്ലൂമി ആവും. അപ്പം ക്ലൗഡി ആവും, സോറി. അപ്പം അങ്ങനെ അതാണ് ഐറിഷ് സമ്മറിനെ പറ്റി പറയാനുള്ള കാര്യം. ഈ 2-3 മാസം നമുക്ക് അത്യാവശ്യം കുറച്ച് വെയിൽ കിട്ടും. പിന്നെ നമുക്ക് നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാനഡയോ UK പോലൊന്നും അങ്ങനെ മഞ്ഞ് വീഴുന്നല്ല പറയുന്നത്. പക്ഷെ നല്ല തണുപ്പായിരിക്കും. മഞ്ഞ് വീഴുന്നത് വളരെ കുറവാണ്. കാരണം അറ്റ്ലാന്റിക് ഓഷന് ചുറ്റിപ്പെട്ട് കിടക്കുന്നൊരു രാജ്യമായിട്ട് തന്നെ നമുക്കിവിടെ മഞ്ഞ് വീഴുന്നത്, അത് അറ്റ്ലാന്റിക് ഓഷൻ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മഞ്ഞ് കിട്ടുന്നത് വളരെ കുറവാണ്. നമ്മളിവിടെ പെയ്യേണ്ട മഞ്ഞും കൂടെ നേരെ UK പോകുന്നത്. അപ്പം ആ ഒരു റീസൺ കൊണ്ട് മഞ്ഞ് കുറവാണ്. പക്ഷെ എന്നിട്ട് നല്ല തണുപ്പാണ്. നമുക്ക് പ്രോപ്പർ തെർമൽ വെയേഴ്സ് അല്ലെങ്കിൽ തെർമൽ നമ്മൾ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല തണുപ്പാണ്, വിറയുന്നുണ്ട്. വേണേൽ ജാക്കറ്റ് ഇടാം, പക്ഷെ ഇന്ന് ജാക്കറ്റ് ഇടാതെ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ജാക്കറ്റ് എടുക്കുന്നതാണ്. അപ്പം അതാണ് എന്താ പറയുന്നത്, ഐറിഷ് വെതറിൻ്റെ ഒരു കാര്യം. അപ്പം നമ്മൾ തണുപ്പ് പ്രതീക്ഷിച്ചേ വരാറുള്ളൂ. നമുക്ക് തണുപ്പ് ഭയങ്കര ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പും അതിൻ്റെ കൂടെ തന്നെ മിക്കപ്പോഴും ക്ലൗഡി ആയിരിക്കും. പിന്നെ സമ്മറിൻ്റെ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ വെട്ടം കിട്ടും. സൺസെറ്റ് 9 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും സൺസെറ്റ് വരുന്നത്. നമുക്ക് 9 മണി വരെയൊക്കെ നല്ല വെട്ടമായിരിക്കും. പക്ഷേ വിൻ്ററിൻ്റെ സമയത്ത് നമുക്കൊരു 3 മണി കഴിയുമ്പോൾ തന്നെ വെട്ടം പോകും. 4 മണി 4:30 ആകുമ്പോൾ ഇരുട്ടാൻ തുടങ്ങും. അപ്പം നമുക്ക് സമ്മറിൽ ഡേയ്സ് ലോങ് ആയിട്ടും വിൻ്ററിൽ ഡേയ്സ് ഷോർട്ടായിട്ടും തോന്നും. രാവിലെ നേരം വെളുക്കാനും പാടാണ് വിൻ്ററിൽ. പക്ഷേ സമ്മറിൽ നേരം വെളുക്കും. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ് ഈ 2 കാര്യങ്ങളും. പക്ഷേ ഇത് 2-3 മാസത്തേക്കേ ഉള്ളൂ. ബാക്കി ഈ ഒരു 9 മാസത്തേക്ക് നമുക്ക്, അല്ലെങ്കിൽ 8 മാസത്തേക്ക് നമുക്ക് ഇത് തന്നെയായിരിക്കും, ഇരുട്ട് തന്നെയായിരിക്കും മെയിൻ. എസ്പെഷ്യലി ജോലിക്കും
ക്ലാസ്സിനൊക്കെ പോകുന്നവർക്ക് ഇരുട്ട് തന്നെ ആയിരിക്കും. നമുക്ക് ഡേ വളരെ ഓഫൊക്കെ ഉള്ള ദിവസം നമുക്ക് ഡേയിൽ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയാലായി. പക്ഷെ അപ്പോഴും മഴ വരും. സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും മഴയാണ്. വിൻ്ററിൽ എസ്പെഷ്യലി മഴയാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പം മഴയും കാണും. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള വെട്ടോ അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു ഡേ ലൈഫ് ഒന്നും അയർലൻഡിൽ പ്രതീക്ഷിച്ച് വരരുത്, കിട്ടത്തില്ല. ഓക്കെ. പിന്നെ തണുപ്പ് ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിലെ തണുപ്പ് ഭയങ്കര തണുപ്പായിട്ട് വിചാരിക്കുന്നവർക്ക് അയർലൻഡിലെ തണുപ്പ് ഭയങ്കരതാണ്. അയർലൻഡിലെ വെതറിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ പ്രതീക്ഷിച്ച് വേണം നമ്മൾ അയർലൻഡിലോട്ട് നമ്മൾ ഈ ഒരു വെതറിൻ്റെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വേണം വരാൻ വേണ്ടി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഓട്ടം സീസണൊക്കെ ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഫോട്ടോസിനൊക്കെ പറ്റിയ സീസണാണ് ഓട്ടം. നല്ല ബ്യൂട്ടിഫുള്ളാണ് അയർലൻഡ് ഫുള്ള് കാണാൻ. നിങ്ങൾക്ക് ട്രാവലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ പറ്റിയ ഒരു സമയമാണത്. ഓക്കെ. സമ്മറിലും ഓട്ടം സമയത്ത് മാത്രമേ ട്രാവലിങ്ങിന് പറ്റത്തുള്ളൂ. വിൻ്റർ സമയത്ത് അല്ലെങ്കിൽ ഒരു 6-7 മാസം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ട്രാവൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷ വേണം ട്രാവൽ ചെയ്യാൻ. മഴ, തണുപ്പ്, ഇതൊക്കെ പ്രതീക്ഷ വേണം ചെയ്യാൻ. പിന്നെ കഴിഞ്ഞ വർഷം നന്നായിട്ട് മഞ്ഞ്, നമുക്ക് അത്യാവശ്യം കൂടുതൽ മഞ്ഞ് കിട്ടിയായിരുന്നു. നല്ല തണുപ്പ് വരുന്നതുകൊണ്ട് തന്നെ മഞ്ഞ് പെയ്താൽ നമുക്ക് 1-2 ദിവസത്തേക്ക് മഞ്ഞ് കിട്ടാറുണ്ട്. പക്ഷെ മഞ്ഞ് വളരെ റയറാട്ടോ. നമുക്ക് UK കാനഡയിലെ പോലൊന്നും മഞ്ഞ് അത്ര കാണാൻ പറ്റത്തില്ല. മഞ്ഞ് പ്രതീക്ഷിച്ച് വരുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു സണ്ണി വെതർ നമുക്ക് അയർലൻഡിൽ പ്രതീക്ഷിക്കേണ്ട. തണുപ്പ് പ്രതീക്ഷിച്ച് മാത്രം വരിക, തണുപ്പായിരിക്കും. പിന്നെ വിൻ്റർ സമയത്ത് നമുക്ക് ഡേ സമയം വളരെ കുറവായിരിക്കും. ഓക്കെ. അപ്പം ഇത് ഇതിൻ്റെ കാര്യമാണ്, വിൻ്ററിൻ്റെ കാര്യം, നമ്മുടെ വെതറിൻ്റെ കാര്യമാണ് പറയുന്നത്. മഴയും തണുപ്പും പ്രതീക്ഷിക്കുക, അത്രേ ഉള്ളൂ. അടുത്തെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്ര പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഇവിടെ കൂടുതലും സ്വന്തമായിട്ട് കാറ് യൂസ് ചെയ്യുന്നവരും അങ്ങനെയുള്ളവരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഓക്കെ. അപ്പം സ്വന്തമായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നവരും ആൾക്കാരാണ് കൂടുതൽ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ ഭയങ്കര ഇതായിട്ടുള്ളൂ. പുറത്തോട്ടൊക്കെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നതൊക്കെ അത് അകത്തോട്ട് കയറിയ ഒരു ഏരിയയാണ്. ഇവിടെയൊക്കെ ബസ്സൊക്കെ ഒരു ദിവസം 1-2 പ്രാവശ്യമൊക്കെ ഉള്ളൂ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ നമ്മൾ ഒരിക്കലും അത്രയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത്. അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രതീക്ഷ വരികയും ചെയ്യരുത്. നിങ്ങൾക്ക് ഇവഞ്ച്വലി നിങ്ങൾ ഇന്നല്ലേ നാളെ ഒരു വണ്ടി മേടിക്കേണ്ടി വരും അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് പറയുന്ന സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കാണത്തില്ല. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായ ട്രാമോ, ബസ്സോ, ട്രെയിനോ എല്ലാം ഉണ്ട് ഇവിടെ, പക്ഷേ ഇതെല്ലാം വളരെ കുറവായിരിക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്ലി ഒന്നുമല്ല. നമുക്ക് ബസ് കാർഡുകളൊക്കെ ഉണ്ട്. ടൗൺ സിറ്റി കാർഡ്, സിറ്റി പാസ്, സിറ്റി കാർഡ്, ബസ് കാർഡ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്, നമ്മുടെ സിറ്റി സൈഡിലോട്ടൊക്കെ ഉള്ളവർക്ക് റെഗുലറായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ കാർഡുകളുണ്ടെങ്കിൽ നമുക്ക് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, പക്ഷേ നല്ല വെച്ച് നോക്കുമ്പം ചീപ്പും അല്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഓക്കെ. പക്ഷേ നമുക്ക് അയർലൻഡിൽ ഫുള്ളും ഈ ഒരു ഇത് കിട്ടത്തില്ല, സിറ്റികളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി എടുക്കേണ്ടി വരും. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ് നമുക്കിവിടെ എന്താ പറയുക, ലൈഫ് ബാലൻസ്, ഡിപ്രഷൻ്റെ സംഭവങ്ങളൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്, അയർലൻഡിൽ വന്നിട്ട് ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. അത് അയർലൻഡ് എന്നല്ല, നമ്മുടെ യൂറോപ്പിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഉള്ള മലയാളികൾ പറയാറുണ്ട് ചിലർക്ക് ഡിപ്രഷൻ ഫീൽ ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് ഒരു മെയിൻ കാരണം വെതറാണ്. ഓക്കെ. വെതറാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, വിൻ്ററിൻ്റെ സമയത്ത് നമുക്ക് സണ്ണ് വളരെ കുറച്ച് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പം ഓഫാണെങ്കിൽ പോലും നമുക്ക് പുറത്തിറങ്ങാൻ തോന്നത്തില്ല. ചിലർക്ക് പുറത്തിറങ്ങാൻ തോന്നത്തില്ല. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഏത് വെതറാണെങ്കിലും പുറത്തിറങ്ങും. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ തണുത്ത് മരച്ചിരിക്കുന്നിടത്താണ് ഈ സമയത്ത് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം പുറത്തിറങ്ങണമെന്നുള്ളവർക്ക് പുറത്തിറങ്ങും, പക്ഷെ വളരെ കുറഞ്ഞൊരു ആൾക്കാരാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഒരു സണ്ണി ഡേ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചമൊക്കെ കണ്ടാലേ പുറത്തിറങ്ങാൻ തോന്നത്തുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഡിപ്രസ്ഡ് ആയേക്കാം. ഓക്കെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഡിപ്രഷൻ എന്നുള്ള ആ ഒരു ഇത്, അല്ലെങ്കിൽ ലൈഫ് എന്നുള്ള സംഭവം നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ ആണ്. ഓരോ ആൾക്കാരെ, ഓരോ ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു സംഭവം. അപ്പോൾ അത് ദയവ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക കേട്ടോ, അയർലൻഡ്. ഓക്കെ. അപ്പം ഈ പറയുന്നതല്ല എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാട്ടോ പറയുന്നത്. അപ്പം നിങ്ങൾക്കിത് ഡബിൾ ചെക്ക് ചെയ്യാം, വേറെ ആൾക്കാരോട് ചോദിക്കാം, ഇവിടെ ജീവിക്കുന്നവർ ചോദിക്കാം. കംപ്ലീറ്റ്ലി വെൽക്കമാണ്. ഞാൻ എൻ്റെ ഒരു അതിനകത്ത് എതിരഭിപ്രായം ഉള്ളവർക്ക് ദയവ് ചെയ്ത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക കേട്ടോ, എന്താണ് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉള്ളതെന്ന്. ഓക്കെ. അപ്പം ആ ഒരു അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഡിപ്രസ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓക്കെയാണ്. ഞാൻ നോക്കിയെടുത്തോളം, എനിക്കറിയാവുന്നിടത്തോളം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല.
ഓക്കെ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോയാൽ ചിന്തിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇതും നമുക്ക് ഈ രാജ്യം നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മെയിനായിട്ട് നോക്കുന്നൊരു കാര്യമാണ് ജോലി സാധ്യതകൾ. അപ്പം ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പം നേരത്തെ ഉണ്ടായിരുന്നപ്പോഴുള്ള ജോലിയൊന്നും ഇപ്പം കിട്ടുന്നില്ല. അത് എല്ലാവർക്കും മനസ്സിലായി കാണും അതിൻ്റെ കാരണം എന്താണെന്ന്. കാരണം വളരെ കൂടിയ ലെവലിലുള്ള ഇമിഗ്രേഷനും അതുകൂടാതെ റെഫ്യൂജീസിനെ വളരെ ഇതായിട്ട് എടുക്കുന്നുണ്ട് ഇവർ. യൂറോപ്യൻ യൂണിയൻ്റെ പോളിസി പ്രകാരം റെഫ്യൂജീസിനെ വളരെ കയറ്റെടുക്കുന്നത്. അപ്പോൾ വരുന്ന റെഫ്യൂജീസും ഇവിടെ തന്നെ ഈ പറയുന്ന പോലുള്ള വൈറ്റ് കോളർ ജോബ്സ് അല്ലാതെ ജോബ്സാണ് അവർ നോക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്ന പാർട്ട് ടൈം ആയിട്ട് നോക്കുന്ന ജോലികളും ആദ്യം നമ്മൾ നോക്കുന്ന ജോലികളും അങ്ങനത്തെ ആയിരിക്കും. അപ്പം നമുക്കൊരു ക്ലാഷ് വരും. ഓക്കെ, അവർക്ക് അവർ മീൻസ് റെഫ്യൂജീസ് ആയിട്ട് വരുന്നവരുടെ എണ്ണം കൂടുതലുണ്ട്. അവർക്കും ഇപ്പോൾ ജോലി വേണം. അപ്പോൾ അവരും ജോലിക്ക് വരുന്നുണ്ട്. പണ്ടത്തെ പോലുള്ള അത്ര റെഡിലി അവൈലബിൾ ഉള്ള ജോലി ഇപ്പോൾ ആയതുകൊണ്ട് കിട്ടാനില്ല. പക്ഷെ ഇവിടെ ജോലിയൊക്കെ ഉണ്ട്. നോക്കിയ ജോലിയൊക്കെ കിട്ടും. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ജോലികളും കിട്ടും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം. അത്ര ഈസി അല്ല. നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ കുറച്ച് എഫർട്ട് എടുത്ത് നമുക്ക് കിട്ടും. നമ്മൾ കുറച്ച് നേരം പുറകെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് വരുന്നവർക്ക് മീൻസ് ജോലിക്കായിട്ട് നേരിട്ട് വരുന്നവരല്ല, അല്ലാതെ വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഡിഫൻസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫ് 1G വരുന്നവർക്കോ അങ്ങനെ വരുന്നവർക്ക് ഒരു കോഴ്സൊക്കെ ഇവിടുത്തെ ഒരു 6 month 1 year ഒക്കെ ഒരു ഷോർട്ട് ടൈം കോഴ്സൊക്കെ പഠിക്കുവാണെങ്കിൽ ഇവിടെ ജോലി കിട്ടാൻ കുറച്ച് എളുപ്പമാണ്. നാട്ടിലെ ക്വാളിഫിക്കേഷനേക്കാളും ഇവിടെ കുറച്ച് എളുപ്പമാണ് ജോലി കിട്ടാൻ. അപ്പോൾ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് വെച്ചേക്കുക. ജോലി കിട്ടാൻ പാടാണെന്ന് വെച്ചാൽ പാടാണ്. ഓഫ് കോഴ്സ് പാടാണ്. എസ്പെഷ്യലി സ്റ്റുഡൻസിനൊക്കെ പാർട്ട് ടൈം കിട്ടാനൊക്കെ ഇപ്പോൾ ഭയങ്കര പാടാണ്. സിറ്റികളിൽ പോലും പാർട്ട് ടൈം ഇപ്പോൾ അത്രയും റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. തപ്പി കിടന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി പാർട്ട് ടൈമിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ സ്റ്റാഫ് 1G വരുന്നവർക്ക് ജോലി കിട്ടാൻ വലിയ പാടില്ല. നമ്മൾ തപ്പിയാൽ ഉറപ്പായിട്ടും കിട്ടും. അത്രയ്ക്ക് പാടുള്ള ഒരു കൺട്രി അല്ല അവരുടെ ജോലി കിട്ടാൻ. പക്ഷേ എന്താ പറയുക, ഹയർ എൻഡ് ജോബ്സ് മീൻസ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈലി ക്വാളിഫൈഡ് ആണ്, അതനുസരിച്ചുള്ള ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് യൂറോപ്യൻ എഡ്യൂക്കേഷൻ ഉള്ളവരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ജോലികൾക്ക്. നാട്ടിലുള്ളവർക്ക് പിന്നെ അല്ലെങ്കിൽ IT ഫീൽഡോ അല്ലെങ്കിൽ ഇപ്പോൾ നഴ്സിംഗ് ഫീൽഡോ ഒക്കെ ആണെങ്കിൽ പിന്നെയും കിട്ടും. അല്ലാതല്ല ഇതിന് അവർ കൂടുതലും ഇവിടുത്തെ ക്വാളിഫിക്കേഷനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ജോലി സംബന്ധമായിട്ട് പറയാനുള്ളത്.